തിരൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് ഒരു മെട്രോ റെയിൽ മാതൃകയിലുള്ള ഒരു പദ്ധതി കൊണ്ടുവരണമെന്ന് പറയേണ്ടത്, അല്ലെങ്കിൽ അത് ആവശ്യപ്പെടേണ്ടത് AKG സെന്ററിലല്ലല്ലോ. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് കേരള നിയമസഭയിലാണ്. പ്രിയപ്പെട്ട MLA പറഞ്ഞത് ഒരു വികസന സ്വപ്നമാണ്, ഒരു വികസന പദ്ധതിയാണ്. അതിന് എന്തും പറയാമോ എന്നുള്ള രൂപത്തിൽ ആക്രോശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും പറഞ്ഞ മുഖ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കണം. കേരളത്തിന്റെ നിയമസഭയിൽ സ്പീക്കറുടെ ചേംബർ അടിച്ചു പൊളിക്കുകയും അങ്ങനെ എടോപോടോ വിളികൾ വിളിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളെ ഒന്ന് പരിശോധിക്കണം. എല്ലാം അങ്ങയുടെ ശിഷ്യന്മാർ തന്നെയാണ്. തിരൂരിലെ ജനങ്ങൾ ഒന്നാകെ ഏറ്റെടുത്തിട്ടുള്ള പ്രിയങ്കരനായ ജനകീയ MLA കൊണ്ടുവന്നിട്ടുള്ള ഈ സ്വപ്ന പദ്ധതി കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ തലയിൽ ഉദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വപ്നം പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ചുള്ള ഈ പദ്ധതി നടപ്പിലാക്കാൻ വരും കാലങ്ങളിൽ നമുക്കെല്ലാവർക്കും ഇതുപോലെ എന്തെങ്കിലും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന കുറുക്കോളി മൊയ്തീൻ എന്ന MLA നിയമസഭയിൽ ആവശ്യപ്പെട്ട കാര്യമാണ് ഇന്ന് നടപ്പിലാക്കിയത് എന്ന് നമ്മുടെ പിൻതലമുറക്കാർ കാണേണ്ടി വരുന്ന കാലം തിരൂരിലുണ്ടാകും. നിലവിലുള്ള തിരൂരിന്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട തിരൂരിന്റെ ജനകീയ MLA കുറുക്കോളി മൊയ്തീൻ സാഹിബ് അത് നിയമസഭയിൽ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കൽ സന്ദേശവുമായി ബന്ധപ്പെട്ടാണ്. തിരൂരിന്റെ ഒരു വികസനം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നടപ്പിലാക്കേണ്ട ഒരു വികസന പദ്ധതി, മെട്രോ മാതൃകയിൽ ഒരു റെയിൽ എന്ന രൂപത്തിലാണ് അദ്ദേഹം ആ വികസന പദ്ധതി അവിടെ അറിയിച്ചത്. തിരൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് ഒരു മെട്രോ റെയിൽ മാതൃകയിലുള്ള ഒരു പദ്ധതി കൊണ്ടുവരണമെന്ന് പറയേണ്ടത്, അല്ലെങ്കിൽ അത് ആവശ്യപ്പെടേണ്ടത് AKG സെന്ററിലല്ലല്ലോ. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് കേരള നിയമസഭയിലാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ EMS മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബ് നിയമസഭയിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ നടത്തിയിരുന്നു. അന്നത്തെ MLA ആയിരുന്നു പ്രിയപ്പെട്ട CH. അന്ന് പറഞ്ഞത് മലപ്പുറത്തെ കൊണ്ടോട്ടിയിൽ ഒരു എയർപോർട്ട് വരണമെന്നാണ്. അന്നും അതിനെ പരിഹസിച്ചുകൊണ്ടാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ കാണാം. അന്നത്തെ ആ മൊട്ടക്കുന്ന് ഇന്ന് പ്ലെയിനുകൾ ഉയരുകയും താഴുകയും ചെയ്യുന്ന ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അപ്പോൾ CPMകാർ എന്നും ഇത്തരം വികസന പദ്ധതികളെ ആദ്യം എതിർക്കുകയും പിന്നീട് അവരുടെ ലേബലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളതാണ് കാലം കണ്ടിട്ടുള്ളത്. കമ്പ്യൂട്ടറിന്റെ സമരവുമായി ബന്ധപ്പെട്ടിട്ടായാലും അത്തരത്തിലുള്ള എല്ലാ സമരങ്ങളും ബഹുമാനപ്പെട്ട ഡോക്ടർ MK മുനീർ 15 വർഷങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പദ്ധതിയാണ് എക്സ്പ്രസ് ഹൈവേ. ഇന്ന് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് അത് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് അതിലൂടെ മെട്രോ നമുക്ക് പായിപ്പിക്കാൻ രൂപത്തിലുള്ള പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരാമായിരുന്നു. നമ്മളെ ഏകദേശം 15-20 വർഷം ബാക്കിലേക്കാണ് അന്നത്തെ CPM നമ്മളെ കൊണ്ടുപോയത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. തിരൂരിന്റെ ജനകീയ MLA ആണ് കുറുക്കോളി മൊയ്തീൻ സാഹിബ് എന്ന് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ മതവർഗ വ്യത്യാസമില്ലാതെ തിരൂരിലെ ജനങ്ങൾ ഒന്നാകെ ഏറ്റെടുത്തിട്ടുള്ള പ്രിയങ്കരനായ ജനകീയ MLA കൊണ്ടുവന്നിട്ടുള്ള ഈ സ്വപ്ന പദ്ധതി കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ തലയിൽ ഉദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വപ്നം പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ചുള്ള ഈ പദ്ധതി നടപ്പിലാക്കാൻ വരും കാലങ്ങളിൽ നമുക്കെല്ലാവർക്കും ഇതുപോലെ എന്തെങ്കിലും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന കുറുക്കോളി മൊയ്തീൻ എന്ന MLA നിയമസഭയിൽ ആവശ്യപ്പെട്ട കാര്യമാണ് ഇന്ന് നടപ്പിലാക്കിയത് എന്ന് നമ്മുടെ പിൻതലമുറക്കാർ കാണേണ്ടി വരുന്ന കാലം തിരൂരിലുണ്ടാകും. കേരളത്തിന്റെ ചരിത്രത്തിൽ പിണറായി ഭരിക്കുന്ന കാലത്ത് ഏതെങ്കിലും മന്ത്രിമാരുടെ പേര്, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരുടെ ചർച്ചകൾ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ മരുമകനും മാത്രമാണ് കേരളം ഭരിക്കുന്നത്. അച്യുതാനന്ദൻ മന്ത്രിസഭ വന്നിട്ടുണ്ട്, UDFന്റെ മന്ത്രിസഭകൾ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ കാലങ്ങളിൽ അവരവരുടെ മന്ത്രിമാർ അവരവരുടെ വകുപ്പുകൾ നന്നാക്കുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ ചർച്ചകൾ സംഘടിപ്പിക്കുന്നതും കേരള ജനത കണ്ടിട്ടുണ്ട്. ഇത് ഒരു രാജഭരണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ നല്ലവരായ CPMകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എല്ലാവർക്കും ഇത് അറിയാവുന്നതാണ്. കേരളത്തിന്റെ നിയമസഭയിൽ കുറുക്കോളി മൊയ്തീൻ MLA സാഹിബ് ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ധാർഷ്ട്യം ഈ നിയമസഭയിൽ എന്തും പറയാമോ എന്നുള്ളതായിരുന്നു. പ്രിയപ്പെട്ട MLA പറഞ്ഞത് ഒരു വികസന സ്വപ്നമാണ്, ഒരു വികസന പദ്ധതിയാണ്. അതിന് എന്തും പറയാമോ എന്നുള്ള രൂപത്തിൽ ആക്രോശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും പറഞ്ഞ മുഖ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കണം. കേരളത്തിന്റെ നിയമസഭയിൽ സ്പീക്കറുടെ ചേംബർ അടിച്ചു പൊളിക്കുകയും അങ്ങനെ എടോപോടോ വിളികൾ വിളിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളെ ഒന്ന് പരിശോധിക്കണം. എല്ലാം അങ്ങയുടെ ശിഷ്യന്മാർ തന്നെയാണ്.